ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറെ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും. വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ്. വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട്. സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ്. അത്തരം കലാഭാസങ്ങൾ നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു എന്താണ് ഒന്നും പറയാത്തത് എന്ന്. സ്വാഭാവികമായും ചാടി വീഴേണ്ടതായിരുന്നു സംഘപരിവാർ പ്രവർത്തകരും നേതാക്കളും, പ്രത്യേകിച്ച് RSS നേതാക്കൾ. പക്ഷേ ഇതുവരെയും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ വന്നിരിക്കുന്നു വേടനെതിരെ RSS നേതാവിൻ്റെ പരസ്യ പ്രതികരണം. അതാണ് പ്രേക്ഷകർ കേട്ടത്. ആരാണ് ഈ പറയുന്നത് എന്നല്ലേ? കേസരി വാരികയുടെ മുഖ്യപത്രാധിപർ NR മധു. കേസരി വാരിക RSSന്റെ മുഖപത്രമാണ്. അതിൻ്റെ പത്രാധിപരാണ് പറയുന്നത് വേടനെ കുറിച്ച്. വേടൻ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് പിന്നിൽ ചിലരുണ്ട്. അവർ ഇന്ത്യയിൽ വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്ന തമോമയ ശക്തികളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ വിഘടനവാദം ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ വേടന്റെ പിറകിലുണ്ട്. അവരാണ് വേടനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അവരാണ് വേടന്റെ സ്പോൺസർമാർ എന്ന് പറയുന്നു. അതുകൊണ്ട് വേടനെ അമ്പലത്തിൽ കയറ്റാൻ പാടില്ല. അതുകൊണ്ട് വേടന്റെ പാട്ടുകൾ അമ്പലത്തിൽ പാടാൻ പാടില്ല. അതുകൊണ്ട് വേടന്റെ പരിപാടികൾ ഒരു ക്ഷേത്രത്തിലും സംഘടിപ്പിക്കാൻ പാടില്ല എന്നാണ് RSS നേതാവിൻ്റെ തിട്ടൂരം. പക്ഷേ പോയി പണി നോക്ക് എന്നായിരിക്കും കേരള ജനത പറയുക. കാരണം ജാതിക്കെതിരെ, ജാതി വിവേചനത്തിനെതിരെ പോരാടി തലയുയർത്തി നടന്ന നാടാണ് കേരളം. അവിടെ വേടന് അമ്പലത്തിൽ പ്രവേശനമില്ല എന്ന് പറയാൻ ഇയാൾക്ക് ആരാണ് അധികാരം നൽകിയത് എന്ന ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരും. ആ ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അത് പറയാൻ താങ്കൾ ആരാണ്? താങ്കൾക്ക് എന്തധികാരം? അമ്പലങ്ങളിൽ വേടന്റെ പാട്ട് പാടിക്കാൻ പാടില്ല എന്ന് പറയാൻ താങ്കൾക്ക് എന്താണ് അധികാരം? താങ്കൾ ഹിന്ദു മതത്തിന്റെ ക്ഷേത്രങ്ങളുടെ, അമ്പലങ്ങളുടെ മൊത്ത കുത്തക ഏറ്റെടുത്തിട്ടുണ്ടോ? താങ്കൾക്ക് അത് ആരാണ് നൽകിയത് എന്ന ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരും. അത് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് വേടനോട് ഇവർക്ക് ഇത്ര വിദ്വേഷം? എന്തുകൊണ്ടാണ് ഇത്ര രോഷം പ്രകടിപ്പിച്ചത്? സ്വാഭാവികമാണ്. ജാതി മേൽക്കോയ്മയ്ക്ക് എതിരെയാണ്, സവർണാധിപത്യത്തിന് എതിരെയാണ് വേടന്റെ ശബ്ദം. അത് ഏറ്റെടുക്കുന്നു യുവജനത, അത് ഏറ്റെടുക്കുന്നു പുതിയ തലമുറ. ആ തലമുറയുടെ മനസ്സിൽ, ഹൃദയത്തിൽ വേടൻ സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ജാതി വിവേചനം നടക്കുന്നു? കറുത്തവരെ എന്തിന് ഇങ്ങനെ ചവിട്ടി പുറത്താക്കുന്നു? ലോകത്തെമ്പാടുമുള്ള പുരോഗമന ശക്തികൾ, സാമ്രാജ്യത്വത്തിന് എതിരെ പോരാടുന്നവർ, അവരുടെയൊക്കെ ശബ്ദം നമ്മുടെയും ശബ്ദമാണ് എന്ന് വിളിച്ചു പറയുകയാണ് വേടൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജാതിക്കെതിരെ ചിന്തിക്കുന്ന, ജാതി ബോധത്തിനെതിരെ പ്രവർത്തിക്കുന്ന യുവതലമുറ, പുതുതലമുറ വേടനോടൊപ്പം ചേരുന്നത്. അത് സ്വാഭാവികമായും BJP RSSകാർക്ക് സഹിക്കില്ല. അവർക്ക് ജാതി മേധാവിത്വം ഉണ്ടാകണം. ക്ഷേത്രങ്ങളിൽ നമ്പൂതിരിമാർ, ക്ഷേത്രങ്ങളിൽ നായർമാർ, ക്ഷേത്രങ്ങളിൽ അത്തരം ജാതിക്കാർക്ക് മാത്രമേ മേൽക്കോയ്മ ഉണ്ടാകാൻ പാടുള്ളൂ. താഴെക്കടയിലുള്ളവർക്ക് അങ്ങനെ അമ്പലങ്ങളിൽ വലിയ മേൽക്കോയ്മയൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്തിനേറെ പറയുന്നു, അമ്പലങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന തിട്ടൂരമുണ്ടായിരുന്നു മുമ്പ്. വേടനെ പോലെയുള്ളവർക്ക് അമ്പലത്തിൽ പ്രവേശനമില്ലായിരുന്നു. പോരാട്ടത്തിലൂടെയാണ്, സമരത്തിലൂടെയാണ് കേരളം അത് ആർജിച്ചെടുത്തത്. ഇപ്പോഴും ചില ക്ഷേത്രങ്ങളിൽ അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുകൂടി ഓർക്കണം.
എന്ന് വെച്ചാൽ ജാതീയതയെ തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നവർ കേരളത്തിലുണ്ട്. അവരുടെ ശബ്ദമാണ് NR മധുവിലൂടെ നമ്മൾ കേട്ടത്. അതുകൊണ്ട് തന്നെ ആ ശബ്ദത്തെ എവിടെ നിന്നാണോ ആ ശബ്ദം ഉയർന്നത് അവിടെ തന്നെ അത് അവസാനിപ്പിക്കാൻ കേരള ജനത ഒന്നിച്ച് നിൽക്കും എന്നതാണ് വേടന്റെ ചരിത്രം നമ്മോട് പറയുന്നത്. വേടൻ വളർന്നു വന്ന സാഹചര്യം, പാട്ടിലൂടെ വേടൻ ഉയർത്തിയ സന്ദേശം, അത് ജനങ്ങൾ ഏറ്റെടുത്തത്, യുവതലമുറ ഏറ്റെടുത്തത്. ആദ്യം യുവതലമുറയിൽ മാത്രമാണ് വേടന് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞത് എങ്കിൽ പിന്നെ അത് കേരളത്തിലെ മൊത്തം ജനങ്ങളിലേക്കും ആ സന്ദേശം എത്തി. അമ്മമാർ, കുഞ്ഞുങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് വേടന്റെ പാട്ട് കേൾക്കാൻ എത്തുന്നു. വേടൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു, അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നു. അത് സ്വാഭാവികമാണ് RSSന്, BJPക്ക് വലിയ തലവേദന ഉണ്ടാക്കും. അവരുടെ ആശയങ്ങൾക്ക് എതിരെയുള്ള സമരം കൂടിയാണ് വേടൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് RSSന്റെ താത്വിക വാരികയായ കേസരിയുടെ മുഖ്യ പത്രാധിപർ തന്നെ വേടനെതിരെ രംഗത്ത് വരികയും ചെയ്യുന്നത്. എല്ലാ കാലത്തും RSSും സംഘപരിവാറുകാരും പറയുന്ന അതേ വാദം തന്നെയാണ് വേടനെതിരെയും ഉപയോഗിക്കുന്നത്. വിഘടനവാദം വളർത്തുന്ന ആൾ, ജാതീയ ഭീകരവാദം, പുതിയ വാക്ക് പോലും സംഭാവന നൽകുന്നുണ്ട് കേസരിയുടെ മുഖ്യ പത്രാധിപർ. അദ്ദേഹം പറയുന്നത് ജാതീയ ഭീകരവാദം എന്നാണ്. മറ്റു ഭീകരവാദത്തെ കുറിച്ചൊക്കെ നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. സംഘപരിവാറും BJPയും അത് ഒരുപാട് പറഞ്ഞ് നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ വന്നിരിക്കുന്നു ജാതി ഭീകരവാദം എന്ന വാക്ക്. അതോടൊപ്പം അദ്ദേഹം പറയുന്ന മറ്റൊരു വാചകം കൂടിയുണ്ട്. വേടനെ സ്പോൺസർ ചെയ്യുന്നവർ അവർ തമോമയ ശക്തികളാണ് എന്നാണ്. എന്ന് വെച്ചാൽ ദുഷ്ടശക്തികൾ പിറകിലുണ്ട്, വേടന് പിറകിലുണ്ട്, വേടനെ അവരാണ് സ്പോൺസർ ചെയ്യുന്നത്. അതേക്കുറിച്ച് അന്വേഷിച്ചാൽ കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാകും എന്നുകൂടി പറഞ്ഞു വെക്കുന്നു NR മധു. വ്യക്തമാണ് RSSന്റെ നിലപാട്, വ്യക്തമാണ് സംഘപരിവാറിന്റെ നിലപാട്. അവർ വേടന്റെ ആശയങ്ങളെ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ വേടനെതിരെ രംഗത്ത് വന്നത്. സ്വാഭാവികമായും അമ്പലങ്ങളിൽ വേടൻ പാടേണ്ട എന്നതാണ് ഇപ്പോൾ RSSന്റെ തീരുമാനം എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ കേരള ജനത അത് പുച്ഛിച്ച് തള്ളും എന്നേ പറയാനുള്ളൂ. അതാണ് കേരളം, അതാണ് മലയാളികൾ.